നമസ്കാരം. ഈ അടുത്ത കാലത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്ത ഒരു വാർത്തയാണ് ധർമ്മസ്ഥല. കർണാടകയിലെ മഞ്ജുനാഥ ക്ഷേത്രം, ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രം വളരെ വിഖ്യാതമായ ക്ഷേത്രമാണ്. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഓരോ ദിവസവും ദർശനത്തിനെത്തുന്ന ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താനായി ഈ ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരികൾ ഈ ക്ഷേത്ര കോമ്പൗണ്ടിൽ അവിടെ ദർശനത്തിനെത്തിയ നൂറുകണക്കിന് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്ന ഒരു വാദവുമായി, എന്ന ഒരു ആരോപണവുമായി ഒരു തലയോട്ടിയും കയ്യിൽ പിടിച്ച് കോടതിയിലേക്ക് ഒരു അജ്ഞാതൻ കടന്നു കയറുന്നതോടുകൂടിയാണ് ഇങ്ങനെ ഒരു ആരോപണങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ധർമ്മസ്ഥലയെക്കുറിച്ച് നിറം പിടിപ്പിച്ച കഥകൾ, അവിടുത്തെ ധർമാധികാരിയെക്കുറിച്ച് നിറം പിടിപ്പിക്കുന്ന കഥകളാണ് പിന്നീട് യൂട്യൂബർമാരും വാർത്താമാധ്യമങ്ങളും കേരളത്തിലെ വാർത്താമാധ്യമങ്ങളടക്കം പ്രചരിപ്പിച്ചത്. ഈ പ്രചരണത്തിനൊടുവിൽ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഇക്കാര്യങ്ങൾ അന്വേഷിക്കാനായി രൂപീകരിക്കപ്പെടുന്നു. ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷന്റെ പ്രാഥമിക ഘട്ടത്തിലുള്ള അന്വേഷണത്തിൽ തന്നെ ഈ ഗൂഢാലോചനയെല്ലാം പൊളിയുന്നു. ആരോപണം ഉന്നയിച്ചവരെല്ലാം പിന്നാക്കം പോകുന്നു. ഇങ്ങനെ 400-ലധികം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയ ഇടത്തെല്ലാം ആഴത്തിൽ കുഴിച്ചു പരിശോധന നടത്തുന്നു. അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു. ഒരു എല്ലിൻ കഷ്ണം പോലും അവിടെ നിന്ന് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, തൻ്റെ മകൾ ഇവിടെ നിന്ന് കാണാതായിട്ടുണ്ട് എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന സുജാത ഭട്ട് എന്ന ഒരു വന്ധ്യ വയോധിക, അവരും താൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പച്ചക്കള്ളമാണ്, താൻ ഇങ്ങനെയൊക്കെ പറയാൻ നിർബന്ധിക്കപ്പെടുകയായിരുന്നു എന്നൊക്കെ കുറ്റം ഏറ്റു പറഞ്ഞത്. എന്തായാലും SIT ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയാണ്. ആരാണ് ഇതിനു പിന്നിൽ ഗൂഢാലോചന നടത്തിയത്, എന്തായിരുന്നു ഈ ഗൂഢാലോചകരുടെ ഉദ്ദേശം എന്നതൊക്കെ ഇപ്പോൾ SIT അന്വേഷണം നടക്കുകയാണ്. SIT അന്വേഷണത്തിൽ ഈ ഗൂഢാലോചന സംബന്ധിച്ച നിർണായക സൂചനകൾ ലഭിച്ചു എന്നാണ് ലഭിക്കുന്ന സൂചന. അതായത് വിദേശത്തു നിന്നും ഇത്തരത്തിൽ ഒരു ഗൂഢാലോചന ഉണ്ടാക്കി പ്രചരിപ്പിക്കാനായി പണം എത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ വിദേശ സ്രോതസ് അന്വേഷിക്കാനായി ED ഇപ്പോൾ ഉടൻ തന്നെ ധർമ്മസ്ഥലയിൽ എത്തും എന്നും സൂചനയുണ്ട്. അതായത് ധർമ്മസ്ഥലയിൽ ഈ കള്ളപ്രചരണം നടത്താനായി 9000-ഓളം യൂട്യൂബർമാർ രംഗത്തുണ്ടായിരുന്നു. ദേശീയ മാധ്യമങ്ങളടക്കം, ചില ദേശീയ മാധ്യമങ്ങളടക്കം, കേരളത്തിലെ മലയാളത്തിലെ മാധ്യമങ്ങളടക്കം നിരവധി മാധ്യമങ്ങൾ രംഗത്തുണ്ടായിരുന്നു. മാത്രമല്ല മറ്റനവധി PR ഏജൻസികൾ, NGOകൾ, അന്തർദേശീയ മാധ്യമങ്ങളായ BBC, അൽ ജസീറ ഇങ്ങനെയുള്ള മാധ്യമങ്ങളടക്കം രംഗത്തുണ്ടായിരുന്നു. ഇവർക്കൊക്കെ പണം കൊടുത്തതാര്? ഈ പണം എവിടെ നിന്ന് വന്നു? ആർക്കൊക്കെയാണ് ഈ പണം വിതരണം ചെയ്യപ്പെട്ടത്? ഇക്കാര്യങ്ങളെക്കുറിച്ചുള്ള സൂചനകളാണ് SIT അന്വേഷണത്തിൽ വെളിപ്പെട്ടിട്ടുള്ളത്. ആ സൂചനകൾ അനുസരിച്ച് ഈ പണത്തിൻ്റെ സ്രോതസ്സും പണത്തിൻ്റെ പോക്കും കണ്ടെത്താനായി കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ED ഉടൻ തന്നെ ധർമ്മസ്ഥലയിൽ അന്വേഷണം ആരംഭിക്കും എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.